ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത വാക്കെന്ന് വെച്ചാൽ അനുസരണ കെട്ടവൾ, ഉരുമ്പിട്ടവൾ, പിന്നെ ഈ പറയുന്ന പോലെ അലഞ്ഞു നടക്കുന്നവൾ, അങ്ങനെയുണ്ടല്ലോ, ചുമ്മാ തെക്ക് വടക്ക് അലഞ്ഞു നടക്കുന്നവൾ. പിന്നെ CPM-കാരുടെ ഭാഷയിലാണെങ്കിൽ അതിനേക്കാളൊക്കെ വൃത്തികെട്ട സ്ത്രീകൾ, ഈ ചീത്ത സ്ത്രീകൾ, ഇങ്ങനെയൊക്കെയുള്ള അപഥസഞ്ചാരിണികൾ, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് വാക്കുകൾ അത്തരമാണ്. എനിക്ക് ഓർമ്മയുണ്ട് എന്നോടൊക്കെ പറഞ്ഞത്, ഏതെങ്കിലും മറവൻ്റെയും കുറവൻ്റെയും കൂടെയൊക്കെ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവളാണ്. അപ്പോൾ അതൊക്കെ, അതായത് ജാതിയില്ല ഇടയിൽ കിടക്കുന്ന ഏറ്റവും വലിയ ഭീതി മുഴുവൻ ജാതിയാണ്, ജാതിയുടെ കുറിച്ചുള്ള ഭീതിയാണ്. അബോർഷൻസ് ഏറ്റവും ഹൈ ആയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. കാരണം ആൾക്കാർ ഇത്തരം പ്രിക്കോഷൻസ് എടുക്കില്ല. അതുകൊണ്ട് അപ്പം പിന്നെ ഡൽഹി പോയാലും മലയാളി പുരുഷൻ തന്നെയാണ്, അത് മാറുമൊന്നുമില്ല. പക്ഷെ അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഫെമിനിസം ഒരു രാഷ്ട്രീയമല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. ഫെമിനിസം ഈ ഭരിക്കാനുള്ള ഒരു ഉപകരണമായി മാറുന്നു എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, കാരണം ഞാൻ 80കളിലൊക്കെ ഞങ്ങളെയൊക്കെ പോലെയുള്ളൊരു കോളേജിൽ പോകുന്ന സമയത്താണ്. അപ്പോൾ അന്ന് തല ഉയർത്തി സംസാരിക്കുക, നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, നമുക്ക് ഈ സൗഹൃദങ്ങളിൽ ആൺ പെൺ വ്യത്യാസങ്ങൾ കണക്കാക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ എവ്രിഡേ ലൈഫിൽ ഉണ്ടാക്കി. അതുപോലെ എന്തെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി, പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ ആണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ തലമുറയിലുള്ള സ്ത്രീകളൊക്കെ ചെയ്തത്. പക്ഷെ അതപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നമ്മളെയൊക്കെ ചീത്ത പറയുക ആൾക്കാരെ. ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത വാക്കെന്ന് വെച്ചാൽ അനുസരണ കെട്ടവൾ, ഉരുമ്പിട്ടവൾ, പിന്നെ ഈ പറയുന്ന പോലെ അലഞ്ഞു നടക്കുന്നവൾ, അങ്ങനെയുണ്ടല്ലോ, ചുമ്മാ തെക്ക് വടക്ക് അലഞ്ഞു നടക്കുന്നവൾ. പിന്നെ CPM-കാരുടെ ഭാഷയിലാണെങ്കിൽ അതിനേക്കാളൊക്കെ വൃത്തികെട്ട സ്ത്രീകൾ, ഈ ചീത്ത സ്ത്രീകൾ, ഇങ്ങനെയൊക്കെയുള്ള അപഥസഞ്ചാരിണികൾ, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് വാക്കുകൾ അത്തരമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആ കാലത്തെ സിനിമയിലൊക്കെ ഈ ഒരു ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു രൂപം ഉണ്ടാവുമായിരുന്നു, തമാശ സിനിമകൾ. അപ്പോൾ നമ്മുടെ സുകുമാരി ഒരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ട് പിന്നെ കുടുങ്ങി എന്തോ ഒരു കണ്ണിലൊരു കണ്ണട, ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് കിക്കി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും അല്ല മലയാളം അല്ല എന്നുള്ള ഭാഷ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അതാണ് ഒരു തരം സ്റ്റീരിയോ ടൈപ്പ്. അതായത് ഒരു ഉത്തരവാദിത്തങ്ങൾ വയ്ക്കില്ല, വീട്ടിലും വയ്ക്കില്ല, നാട്ടിലും വയ്ക്കില്ല. വീട്ടിലൊന്നും ചെയ്യില്ല, നാട്ടിൽ എന്തെങ്കിലും ട്രിവ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ആളാവാൻ വേണ്ടി മാത്രം ഇങ്ങനെ നടക്കും. പിന്നെ ഈ ശരീരം പ്രദർശിപ്പിക്കാൻ മടിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഒരു തരം നെഗറ്റീവായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് ആണ് അന്ന് ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് ഉളവാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇത്തരം പേടി, അതായത് വീട്ടുകാരെ ധിക്കരിച്ച് വല്ലവൻ്റെ, എനിക്ക് ഓർമ്മയുണ്ട് എന്നോടൊക്കെ പറഞ്ഞത്, ഏതെങ്കിലും മറവൻ്റെയും കുറവൻ്റെയും കൂടെയൊക്കെ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവളാണ്. അപ്പോൾ അതൊക്കെ, അതായത് ജാതിയില്ല ഇടയിൽ കിടക്കുന്ന ഏറ്റവും വലിയ ഭീതി മുഴുവൻ ജാതിയാണ്, ജാതിയുടെ കുറിച്ചുള്ള ഭീതിയാണ്. ജാതിയിൽ കുറഞ്ഞവരുമായിട്ട് ഇടപെടുന്നുണ്ടോ, ആരാണ് നിൻ്റെ കൂടെ നടക്കുന്ന ചെറുക്കനോ മുക്കുവരാണോ, ഇതാണ്. അപ്പം എന്നെയൊക്കെ പോലെയുള്ളവർ, ഞാനാണെങ്കിൽ ഈ എപ്പോഴും ഈ എന്താ പറയുക, എഴുത്തിൻ്റെ വായനയുടെ ആലോചനയുടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പം ഞാനൊരു പ്രേമിക്കബിൾ ജീവിയല്ല, ഒട്ടുമല്ല. അപ്പം നമ്മുടെ ആൺകുട്ടികളുടെ ഇടയിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഇടയിൽ എനിക്കൊരു
ഓണററി മെയിൽ പദവിയാണ്. എന്നുവെച്ചാൽ അവന്മാരുടെ തെറിയൊക്കെ ഞാൻ കേൾക്കും. ഓക്കെ, അവരുടെ യൂഷ്വൽ ഭാഷണത്തിൽ ഉപയോഗിക്കുന്ന തെറിയൊക്കെ എൻ്റെ മുമ്പിലിരുന്ന് പറയും, വിച്ച് മീൻസ് ദാറ്റ് ഐ ആം ആൻ ഓണററി മെയിൽ. അപ്പോൾ എന്നാൽ പോലും അങ്ങനെയുള്ള എൻ്റെ പോലും അത് എൻ്റെ അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയും. ഇതിനെ പ്രേമിക്കുന്നവൻ ആരാണേലും അവൻ മിക്കവാറും തട്ടിപ്പോവുകയുള്ളൂ എന്ന്, അവൻ ആത്മഹത്യാവാസന ഉള്ളവനായിരിക്കും എന്നൊക്കെയുള്ള ടൈപ്പ് പറച്ചിലാണ് നമ്മൾ. എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ കോളേജിലെ ആൺ സാറന്മാർക്കെല്ലാം നല്ല ഉറപ്പായിരുന്നു. കാരണം അവർക്ക് ഇവളാണെങ്കിൽ കുഴപ്പമില്ല, എന്തു വേണേൽ കാണിക്കട്ടെ, അത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആ രീതിയിൽ എനിക്കൊരു എന്താ പറയുക, പിന്നെ ഫെമിനിസം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും, ഫെമിനിസം അല്ല എന്ത് പറഞ്ഞാലും ഇവളിങ്ങനെ ആയിരിക്കും എന്നുള്ള പോലെയായിരുന്നു. അപ്പോൾ അതൊരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾക്കൊന്നും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ളൊരു കാലമായിരുന്നില്ല അത്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ ഒരു 83 ഞാൻ കോളേജിൽ പോകുന്നത്. ആ സമയത്താണ് ഈ കേരളത്തിലെ സാധാരണ ഗവൺമെൻറ് കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകളും ഈ നാട്ടിൻപുറത്തോട്ടെല്ലാം സ്ഥാപിച്ചു തുടങ്ങുന്നത്. അതുവരെ സിറ്റിയിൽ വന്ന് പഠിച്ചാലേ പറ്റുള്ളൂ, ടൗണിൽ വരണം. വലിയ കോളേജുകളൊക്കെ ടൗണുകളിലാണ്. അപ്പോൾ പെൺകുട്ടികളെ അങ്ങനെ ദൂരെ പറഞ്ഞയക്കില്ല, ഹോസ്റ്റലിൽ താമസിച്ചൊക്കെ പഠിപ്പിക്കുവരും അയക്കില്ല. പക്ഷേ 80 ശേഷം കേരളത്തിലെ ഉൾപ്രദേശങ്ങളിലടക്കം ഡിഗ്രി കോളേജുകൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ പെൺകുട്ടികൾ കാര്യമായിട്ട് കോളേജിൽ തുടങ്ങുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനത്തെ ഒരു പുതിയ ജീവിതശൈലിയൊക്കെ കൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പേടിയാണ്. പക്ഷേ പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ആ മാറ്റങ്ങൾ വരുന്നത് കാണാം. ഇപ്പോൾ ശരിക്കും ഞാനിപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ വഴിയെ പോകുമ്പോൾ ആലോചിക്കുമോ, നമ്മുടെ എങ്ങാനും കാലത്ത് ഇതുപോലെ തൊളെ കൈയിട്ട് നടന്നിരുന്നെങ്കിൽ എന്തെല്ലാം റിപ്പോർട്ട് ഇതിനകം വീട്ടിൽ, ബന്ധുക്കളുടെ റിപ്പോർട്ട്, പിന്നെ ഹോസ്റ്റലിലെ റിപ്പോർട്ട്, കോളേജിലെ റിപ്പോർട്ട്, ഒരുമാതിരിപ്പെട്ട ഒരു 4-5 റിപ്പോർട്ടെങ്കിലും അമ്മയുടെ ഇടയ്ക്ക് ചെന്നേനെ. എന്നുവെച്ചാൽ അങ്ങനെ നടക്കാൻ ഇപ്പോൾ കുട്ടികൾ നടക്കുന്ന, ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമൊന്നും അന്നൊന്നും അൺതിങ്കബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒന്നുകിൽ ഒരു വലിയ വിപ്ലവമാകണം, അതല്ലെങ്കിൽ ഈ ചെറിയ നമ്മൾ സ്വയം സ്വന്തം ജീവിതത്തിൻ്റെ പിന്നെ വ്യവസ്ഥകൾ സ്വയം തിരഞ്ഞെടുക്കും എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു കാലത്തും ആരും വന്ന് നിങ്ങളെ തള്ളാനോ നിങ്ങളെ അനുകരിക്കാനോ നിങ്ങളെ കൊണ്ടൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അന്ന് ആ ലൈഫ് സ്റ്റൈൽ കൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്തവരാരും നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. പക്ഷേ ഈ പറഞ്ഞ സമൂഹത്തിൽ കൂടുതൽ സ്ത്രീകൾ പഠിക്കാൻ വരുന്നു. ആഗോളവൽക്കരണം, അതുപോലെ ഉദാരവൽക്കരണം, പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒരു കുതിച്ച് ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെല്ലാം മലയാളികൾക്ക് പോയി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പം JNUവിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാനാണ് ആ വർഷം ആകെ JNUവിൽ വരുന്ന ഒരു സ്ത്രീ ഞാനാണ്. അത് കഴിഞ്ഞ് റിസർവേഷൻ വരുന്നുണ്ട്. റിസർവേഷൻസ് എക്സ്പാൻഡ് ചെയ്ത് മണ്ഡൽ കമ്മീഷൻ സമരത്തിനൊക്കെ ശേഷം ഈ റിസർവേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടിയാണ് വൻതോതിൽ കേരളത്തിൽ നിന്നൊക്കെ ചെറുപ്പക്കാർ അവിടെയൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെയൊക്കെ ശൈലികൾ കണ്ടും ഒക്കെ അങ്ങനെ അങ്ങ് മാറി വരുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഫെമിനിസം കൊണ്ട് മാത്രമല്ല സമൂഹത്തിൽ മാറ്റം ഉണ്ടായത്. അത് പ്രധാനമാണ്. പക്ഷേ ഈ വിശാല സാഹചര്യങ്ങളും കൂടി വികസിച്ചപ്പോഴാണ് ശരിക്കും അത്തരത്തിലുള്ളൊരു മാറ്റം നമ്മൾ എല്ലായിടത്തും കണ്ടു തുടങ്ങിയത്. ഒട്ടും കൊടുത്തിട്ടില്ല, ഇന്നും കൊടുക്കുന്നില്ല. അന്നൊക്കെ ഇന്ന് അടിപ്പെടുത്തി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനെ വളരാൻ അനുവദിക്കില്ല. അതാണ് അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഫെമിനിസ്റ്റുകൾ മഹാചീത്തകളാണെന്ന് ഒരു റിയാക്ഷനാണ് ഉണ്ടായതെന്ന്. ആ റിയാക്ഷൻ്റെ മുൻപിൽ നിന്നത് മുഴുവനും ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളാണ്. അതും ഫെമിനിസ്റ്റുകൾ ഇടതുപക്ഷ സംഘടനകളാണ്. അതിലെ തലമൂത്ത നേതാക്കളൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇപ്പം പറയാൻ പറ്റില്ല. ഭാർഗവി തങ്കപ്പനെ പോലെയും സുശീല ഗോപാലിനെ പോലെയുള്ളവരൊക്കെ, ഭാർഗവി തങ്കപ്പനൊക്കെ പറഞ്ഞ ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിന്ദു പോലും നാണിച്ചു പോകും. ബിന്ദുവാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രംപിസ്റ്റ് മലയാളത്തിൻ്റെ ഉപജ്ഞാതാവ്. എഴുതി വെച്ചോണം, അത് പ്രധാനമാണ്. ബിന്ദു ആണ് ട്രംപിസ്റ്റ് മലയാളത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ഭാവിയിൽ PSCയിൽ ചോദ്യം ഉണ്ടാവും. അപ്പം കറക്റ്റ് ഉത്തരം എഴുതിക്കോണം. ബിന്ദു. ഈ ബിന്ദുവിന് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ഫാബുലസ് ആയിട്ടുള്ള തെറികളാണ് ഭാർഗവി തങ്കപ്പനൊക്കെ നമ്മളെയൊക്കെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് മാത്രമല്ല, ഇവർ മുഴുവൻ, അതായത് ഐഡ്വ അവരുടെ വനിതാ സംഘടന, അവരുടെ പോഷക സംഘടനയാണ്, അതിൽ നിന്ന് ചെറുപ്പക്കാരെ ആകർഷിച്ച് കൊണ്ടുപോകാനാണ്. പിന്നെ ലൈംഗിക അരാജകത്വം ഇങ്ങനെ. അപ്പോൾ എനിക്കറിയാം, ഞാൻ JNUവിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് രാത്രി നടക്കാനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് രാത്രി. അപ്പോൾ നല്ലതാണ്, ഇരുട്ടത്ത് നടക്കുമ്പോഴേ നമ്മുടെ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ തലയുടെ ഉള്ളിൽ
നല്ലപോലെ ജീവിക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ രാത്രി അവിടെ ഒരുപാട് കാട് പോലെയുള്ള വളരെ സേഫാണ് ജയിലും. അതാണ് അതിൻ്റെ ഒരു വലിയ ഗുണം. അപ്പം എനിക്ക് എന്നാലും നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്നതല്ലേ, അത്യാവശ്യം ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ സഖാവിൽ ഏതെങ്കിലും ഒരുത്തനെയും വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവൻ കൂടെ വരുന്നത്, അല്ലാതെ അവന് ജീവന് കൊതിയുണ്ട്, അതുകൊണ്ട് എന്നെ പ്രേമിക്കാനൊന്നും അവൻ നിൽക്കില്ല. അപ്പോൾ പക്ഷേ നല്ല കൂട്ടാണ്, ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കും രാത്രി. അപ്പോൾ എന്നും ഓരോരുത്തന്മാരല്ലേ, എല്ലാ ദിവസവും ഒരാൾക്ക് സമയം കിട്ടില്ല. അപ്പോൾ വേറൊരാൾ വരും. അങ്ങനെ പോകുന്നതിന് ഇവിടെ എന്തോ ഭയങ്കര കഥയൊക്കെ ആയി. അപ്പം തിരുവനന്തപുരത്ത് വന്ന് ഇവിടുത്തെ ഞാൻ പഴയ SFI ആയിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് പല കഥകളായി അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് ഒരു കേരളത്തിൽ നിന്ന് ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ ഏട്ടനെ വിളിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിനെ അവിടെ വിളിച്ചിട്ട് അങ്ങേര് തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ, അതായത് എനിക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് അയാൾ ചോദിക്കേണ്ടത്, പക്ഷേ അയാൾക്ക് ചോദിക്കാനൊട്ട് പറ്റുന്നുമില്ല. അപ്പോൾ തിരിച്ചും മറിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പിടി കിട്ടി ഇതെന്തോ ഈ ചോദ്യം എന്ന്. അപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ചു, നാണമില്ല എന്നോട് ഇത് ചോദിക്കാൻ, ഇവന്മാർ ഒരുത്തനും കോണ്ടം പോലും ഉപയോഗിക്കില്ല. യു തിങ്ക് ഐ മീൻ ടു റിസ്ക് മൈ കരിയർ? റിയലി കേരളത്തിൻ്റെ അതേ അവസ്ഥയാണ്. അതായത് ഈ യൂസിങ് എ കോണ്ടം വാസ്, ഈ കേരളത്തിലെ പുരുഷന്മാർ തന്നെ കോണ്ടം ഉപയോഗിക്കാൻ എനിക്ക് തോന്നി ജയശ്രീയൊക്കെ ശ്രമിക്കാൻ അവരുടെ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയ പിന്നെ ആയിരിക്കും ഈ സെക്സ് വർക്കേഴ്സിൻ്റെയൊക്കെ പ്രസ്ഥാനം. അതുവരെ ഈ പറഞ്ഞില്ല ഈ കോണ്ടം ഉപയോഗമൊക്കെ, ഐ മീൻ ഞാനിത് ഇങ്ങനെ ചുമ്മാ ഫ്ലിപ്പൻ്റായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഈ ഡെമോഗ്രഫേഴ്സൊക്കെ ആ സമയത്ത് ഈ ഫാമിലി പ്ലാനിങ് ഒക്കെ പഠിച്ചിരുന്നത്, ഫാമിലി വെൽഫെയർ ഉണ്ടല്ലോ നമ്മുടെ കോൺട്രസെപ്ഷൻ, അതിലെ പഠനങ്ങളിൽ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. അബോർഷൻസ് ഏറ്റവും ഹൈ ആയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. കാരണം ആൾക്കാർ ഇത്തരം പ്രിക്കോഷൻസ് എടുക്കില്ല. അതുകൊണ്ട് അപ്പം പിന്നെ ഡൽഹി പോയാലും മലയാളി പുരുഷൻ തന്നെയാണ്, അത് മാറുമൊന്നുമില്ല. പിന്നെ അവിടെ ഉള്ളവന്മാരും മെച്ചം തന്നെ, അതേപോലെ തന്നെ. നമ്മളെന്തിനും വല്ല റിസ്ക് കൊടുക്കാൻ പോകണം? സോ ഐ ടോൾഡ് ഹിം, വൈ ഡു യു തിങ്ക് ഐ വിൽ റിസ്ക് മൈ കരിയർ? ദീസ് ഫെലോസ് വിൽ നോട്ട് ഈവൻ യൂസ് എ കോണ്ടം, യു നോ ദാറ്റ്. അയാൾ ഇളിച്ചയാൾ തിരിച്ചു പോയി. പിന്നെ ഇവിടുന്ന് ഒരു എൻക്വയറിയും വന്നിട്ടില്ല അങ്ങോട്ട്. അല്ല, അതായിരുന്നു അത്. ഇടതുപക്ഷമാണ് ഇതൊക്കെ ഒന്ന് ആലോചിക്കണം, വലിയ പുരോഗമന ഇടതുപക്ഷം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഞാനൊരു CPM ഭക്തനെ ആണ് കല്യാണം കഴിച്ചിരുന്നത്. അത് ഈ പറഞ്ഞ പോലെയാണ്, എൻ്റെ വീട്ടുകാർ ഏതാണ്ട് നിർബന്ധിച്ച് നടത്തിയ, പ്രേമൊന്നും അല്ലായിരുന്നു, പക്ഷേ അങ്ങനെ നടത്തിയൊരു കല്യാണമാണ്. പക്ഷേ ആ കല്യാണം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ, എൻ്റെ കാര്യം പോട്ടെ, ഞാൻ വല്ല പുസ്തകമൊക്കെ വായിച്ച് ജീവിക്കും. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഈ പുസ്തകം കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ ഈ ജോൺ ബർജറിൻ്റെ പുസ്തകം വായിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായി. നല്ല രസമുള്ള പുസ്തകമാണ്, നിങ്ങൾ വായിക്കണേ. ചെറിയ പുസ്തകമാണ്, നിറയെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. പെയിൻറ്റിങ്സാണ്, മെഡീവൽ പെയിൻറ്റിങ്ങിനെ പറ്റിയ, യൂറോപ്യൻ പെയിൻറ്റിങ്സിനെ പറ്റി. അപ്പം ഞാനിതൊക്കെ വായിച്ച് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തലയിലൊക്കെ ഉരുട്ടി നമ്മൾ അയാളോട് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾക്ക് ഭയങ്കര പേടിയാണ്. നീ എന്തിനാണ് ഇതൊക്കെ വായിക്കുന്നതെന്ന്, അൽത്തൂസറൊക്കെ നീ വായിക്കുന്നത്? ഞാനന്ന് മറ്റേ 4 മാർക്സൊക്കെ വായിക്കുന്നത്. അപ്പോൾ 4 മാർക്സ് നമ്മൾ മെനക്കെട്ടാൽ ഉടനെ വായിച്ചാൽ മനസ്സിലാവുമൊന്നുമില്ല. ഉള്ള ഡിക്ഷണറിയൊക്കെ നോക്കി തിരിച്ച് മാർക്സിസ്റ്റ് തോട്ടൊക്കെ മെനക്കെട്ട് വായിച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കി കൊച്ചു പിള്ളേർ പഠിക്കുന്ന പോലെ പഠിക്കുന്നത്. എന്നാലും ഇയാൾക്ക് പേടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിന് വെറുതെ നമ്മളായിട്ട് അയാളുടെ ജീവിതം തൊലയ്ക്കരുതല്ലോ. അപ്പം എന്നാൽ 1 വർഷം അയാളുടെ വീട്ടിൽ താമസിച്ചാൽ വളരെ സന്തോഷമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അയാളുടെ അനിയൻ 10ാം ക്ലാസ്സിൽ തോറ്റ് നിൽക്കുന്ന അനിയനെ കണക്ക് പഠിപ്പിച്ച് അവൻ ജയിച്ചു. ഒരു പെങ്ങൾ ഇതുപോലെ ഒരു ഇംഗ്ലീഷ് കിട്ടാതെ BA കല്യാണവും മുടങ്ങി BAയും ആയിട്ട് ഇങ്ങനെ നിൽക്കണു. ആ കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ജയിപ്പിച്ച് അതിൻ്റെ കല്യാണവുമായി. അതിന് നല്ല രീതി എന്നെ കൊണ്ട് അവർക്ക് ഗുണമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെന്തിനെ ഒരാളെ പേടിപ്പിച്ച്. അയാൾക്കാണെങ്കിൽ ഈ പുള്ളി എന്താ പറയുക, അയാളുടെ മുറിക്കകത്ത് ഒരു കരിമ്പുലിയോ മറ്റോ കയറി കിടക്കുന്ന ഒരു ഫീലിംഗാണ് അയാൾക്ക്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ജയിലിൽ പോവില്ല, അന്നൊക്കെ 2 വർഷം ഗ്യാപ്പ് വേണം ഡിവോഴ്സിന്. ഞാൻ പറഞ്ഞു, ഞാൻ പോവല്ലേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു, നമുക്ക് വേണ്ട, നമുക്കത് ഒഴിയാം. ഞാൻ എന്തായാലും ഈ പുസ്തകമൊക്കെ വായിച്ചിരിക്കാൻ പോണ ഒരാളാണ്, അപ്പം നിങ്ങൾക്കൊക്കെ വെറുതെ പേടിയാവേ ഉള്ളൂ, എന്തിനാ വെറുതെ അതിന് പറഞ്ഞ് ഞാൻ അതൊക്കെ ശരി എന്നെല്ലാം പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇത് വലിയ നാണക്കേടാണെന്നൊക്കെ ആയി. അപ്പം അന്നൊന്നും എനിക്ക് വിവരമില്ല, നമ്മൾ ചെറുതല്ലേ, എനിക്ക് 22 വയസ്സൊട്ടുമുണ്ട്. നമുക്കറിയാമോ നമ്മളെ നാട്ടുകാരിങ്ങനെ കടിച്ചു കയറുമെന്ന്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ അയാൾ എന്നോട് പറയാണ്, അതൊക്കെ സമ്മതിക്കാം, പക്ഷേ എല്ലാ കുറ്റവും നീ ഏറ്റോണം. അപ്പം ഞാൻ, കുറ്റവും എന്ത് കുറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല. കുറ്റം എന്ന് പറഞ്ഞാൽ എന്ത് കുറ്റമാണ് ഇവിടെ ഉള്ളത്? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ നിങ്ങൾ എൻ്റെ കൂടെ താമസിച്ചാൽ നിങ്ങൾ ചത്തുപോകും. എനിക്ക് ആ പാപമൊന്നും ഏൽക്കാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും കള്ളുകൂടിയനാവും, അല്ല എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ അയാൾ ആകെ അത് നീയാണ് ഇത് ആവശ്യപ്പെട്ടത്, അതായിക്കോളാം പറഞ്ഞു. പക്ഷെ അതിൻ്റെ പരിണിത ഫലം ഉണ്ടല്ലോ, അയ്യോ, ഈ കേരളത്തിലെ ഇടതുപക്ഷം എന്തുമാതിരി 1990s കാര്യം തന്നെ പറയാം, എന്തോ മാതിരി ഭീകരമായ ഒരു സത്വമാണെന്നുള്ളത് അതിന് ശേഷം
അത് പെട്ടെന്ന് നമ്മൾ നിൽക്കുന്ന നമ്മുടെ സാമൂഹിക അടിത്തറയെ തന്നെ അവരങ്ങ് ഇല്ലാതാക്കും. പിന്നെ ഞാനിങ്ങനെ എഴുതിയും വായിച്ച് നമ്മൾ തലയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാനൊരു നാച്ചുറലി ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ആ 9 വയസ്സിന് ശേഷം വളർന്നിട്ടില്ലാത്ത ഒരാളാണ് ഒരു തലത്തിൽ. അപ്പോൾ ഏതോ ഒരു ലെവലിൽ ഈ പ്രകൃതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എനിക്ക് എപ്പോഴും. അങ്ങനെ ഐ എം ബീങ് ഹഗ്ഡ് ബൈ സമ്മൺ ഓൾ ദ ടൈം ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഇസ് സംതിങ് ടു ഡു വിത്ത് നേച്ചർ. സോ അപ്പം നമുക്ക് വല്ല ചെടിയോ മരമോ വല്ല വെള്ളമൊക്കെ കണ്ടാൽ ഞാൻ സന്തോഷമായിട്ടിരുന്നുള്ളൂ. എനിക്ക് പിന്നെ അധികമൊന്നും മനുഷ്യ സാന്നിധ്യമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ എങ്ങനെയോ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ പക്ഷേ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മൾ അടുത്ത അബദ്ധത്തിൽ ചെന്ന് ഉടനെ ചെന്ന് ചാടും. അതൊക്കെയാണ് പറ്റുന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അന്ന്, അതായത് ഏർലി 1990s കാര്യം ഞാനീ പറയുന്നത്. ഇപ്പോൾ പോലും, അതായത് 2021 അനുപമ ചന്ദ്രനെ അനുഭവിച്ചത് ഇത് തന്നെ. കുറെ കൂടെ വയലൻ്റ് ആയിരുന്നു എന്നേ ഉള്ളൂ. കാരണം പെട്ടെന്ന് ഇപ്പം അന്ന് നമ്മൾ എൻ്റെ ചീത്ത എന്നൊക്കെ വിളിച്ചതേ ഉള്ളൂ, ഇത്രയ്ക്ക് ഉള്ളൂ. ഇത് ഇവള് ഒരു ദലിത് പാർട്ട്ണറേയും കൂടെ കണ്ടെത്തിയല്ലോ. അയ്യോ എൻ്റെ പൊന്നെ. അത് ഞാൻ പറയുന്നു, ഇത് ഒരു കേസ് മാത്രമല്ല. ആർ രാജശ്രീയിലെ എഴുത്തുകാരി, അവരുടെ ഷീ ഓൾസോ ഹാസ് ഹാഡ് എ ഹാരോയിങ് പാസ്റ്റ് ആൻഡ് ഹാരോയിങ് പണിഷ്മെൻറ്റ് ജസ്റ്റ് ബിക്കോസ് ഷീ ഡിസൈഡഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് എ മാരേജ് വിച്ച് ദി മാർക്സിസ്റ്റ് പാർട്ടി ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അവരുടെ അവിടുത്തെ ലോക്കൽ ഫൗണ്ട് ടു ബി ദ റൈറ്റ് മാരേജ്. അവളത് വിട്ടു പോകുന്നതിനാണ് അവളെ നിലത്ത് നിർത്തൂല, ആകാശത്ത് നിർത്തൂല എന്നുള്ള ത്രിശങ്കു ലോകത്തിട്ട് ആ കുട്ടിയെ ഇല്ലായ്മപ്പെടുത്തിയത്. അതിൽ നിന്നൊക്കെ ഒരു ഇറങ്ങി വരുന്ന ഒരു കെത്താർട്ടിക്കായിട്ടുള്ള നോവലാണ് ഈ കല്യാണിയും ദാക്ഷായണി. ഒരു കെത്താർസിസ് ഉണ്ടതില്ല. അല്ല, ആ സ്ത്രീ എന്തോ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവളെ ഭ്രാന്താന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോവുക. എന്നെ അങ്ങനെ 1-2 എന്നെ കൊണ്ടുപോയപ്പം ആ ഡോക്ടർ പറഞ്ഞു ഇതിനൊരു കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ക്ലിയർ ആണല്ലോ, ഡിവോഴ്സാണ് വേണ്ട, എന്നാൽ പിന്നെ നിങ്ങൾ അത് ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞു വിടുക ചെയ്തു. അയാൾ കൂടുതലൊന്നും മെസ്സ് ചെയ്തില്ല. പക്ഷേ അങ്ങനെയല്ല സാധാരണ അതും ഇടതുപക്ഷക്കാരോടൊന്നും ആലോചിക്കണം ഇതൊക്കെ. സോ ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഇടതുപക്ഷം ഈ ഫെമിനിസത്തിന് കൺഡ്യൂസീവ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴാണ് കൺഡ്യൂസീവ് ആയത്? ഈ ഗവൺമെൻറ്റലൈസ്ഡ് ആയിട്ടുള്ള ഫെമിനിസം, അതായത് 95 ശേഷം ഈ ജെൻഡർ മെയിൻ സ്ട്രീമിങ് ഒരു ആഗോള അജണ്ടയായി മാറുകയും കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു സ്ത്രീകളെ അവരുടെ പുതിയ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി മാറ്റാൻ CPMന് വെച്ചാൽ തൊഴിലാളി വർഗമൊക്കെ പിന്നെ ഇല്ലാതാവാൻ പോകുന്നു എന്നൊരു തോന്നൽ വന്നു. പിന്നെ കുറേ ഗൾഫ് മലയാളികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾ മുൻപ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഭാഗമാണ്. അപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു നല്ല എക്സ്ക്യൂസായി മാറി ഈ ജെൻഡർ മെയിൻ സ്ട്രീമിങ്. അപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് ഇവർക്ക് വിമൻസ് എംപവർമെൻറ്റ് എന്നൊക്കെ ഓർമ്മ വരുന്നതും. ഒരുപാട് പണമുള്ളതാണ്, ജെൻഡർ ട്രെയിനിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഫെമിനിസ്റ്റുകൾക്കൊക്കെ ട്രെയിനേഴ്സായിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യാം, അവർക്ക് കാശ് കൊടുക്കാം, അവരെ NGO ആക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യം, ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ അത് വരുന്നത് ആക്ച്വലി 1990s ശേഷമാണ്. പക്ഷെ അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഫെമിനിസം ഒരു രാഷ്ട്രീയമല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. ഫെമിനിസം ഈ ഭരിക്കാനുള്ള ഒരു ഉപകരണമായി മാറുന്നു എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2025 ഒരു 10 വർഷം മുമ്പ് മുതൽ അതും നഷ്ടപ്പെടുകയാണ്. കാരണം ഈ തോട്ടം തൊഴിലാളികളുടെ സമരം ഉയർത്തുന്ന വിഷയം അതൊരു സ്ത്രീപക്ഷ വിഷയം, ഫെമിനിസ്റ്റ് വിഷയമാണ്. പക്ഷേ ആ ഫെമിനിസ്റ്റ് വിഷയത്തെ നേരിടാൻ പ്രാപ്തിയുള്ളൊരു ഫെമിനിസം അപ്പോഴേക്കും ഇല്ലാതെയായി. ആ ഫെമിനിസം അങ്ങനത്തെ ഒരു എന്താ പറയുക കൊമ്പൊടിഞ്ഞ ഫെമിനിസം ഈ CPMൻ്റെ എന്താ പറയുക സ്വീകരണ മുറിയിലെ മേശപ്പുറത്ത് നല്ലൊരു ഭംഗിയുള്ള ഒരു അലങ്കാര വസ്തുവായിട്ട് അവിടെ ഇരിക്കുകയാണ്.